ഗുഡ് ഈവനിങ് ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിലെ പാർട്ട് 1 ആണ്. അപ്പോൾ എന്താണ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, അതിൻ്റെ യൂസസ്, അതിൻ്റെ കുറച്ച് ഫെർട്ടിലിറ്റി റേറ്റുകളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു 3-4 പാർട്ടുകളായിട്ട് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് പ്രോബ്ലംസും പെടും, ചില കോൺസെപ്റ്റുകളും പെടും. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്? സിംപ്ലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വൈറ്റൽ ഈവൻറ്റ്സുകൾ രേഖപ്പെടുത്തി വയ്ക്കുന്ന കണക്കുകൾ, അല്ലെങ്കിൽ വൈറ്റൽ ഈവൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഡെത്ത് ആവാം, ബർത്ത് ആവാം, മാരേജ് ആവാം, അല്ലേ? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈവൻറ്റുകൾ റെക്കോർഡ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്സിനെയാണ് എന്താ പറയുക നമ്മൾ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്ലിയർ? അതിൽ ആർതർ ന്യൂസ് ഹോമിൻ്റെ ഒരു ഡെഫിനിഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സിംപ്ലി മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കമ്മ്യൂണിറ്റിയിലെ വൈറ്റൽ ഈവൻറ്റ്സ് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതെന്തൊക്കെയാവാം? ബർത്ത്, ഡെത്ത്, മാരേജ്, ഡിവോഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആവാം. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ എവിടെ നിന്നാണ് ഈ വൈറ്റൽ ഈവൻറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നത്? വാട്ട് ആർ ദി സോഴ്സസ് ഓഫ് വൈറ്റൽ ഈവൻറ്റ്സ്? ഒന്ന്, സിവിൽ രജിസ്ട്രേഷൻ. അതായത് ഡെത്ത്, ബർത്ത് തുടങ്ങിയവയൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യും, മാരേജൊക്കെ രജിസ്റ്റർ ചെയ്യും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന വിവരങ്ങളാണ് സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാഷണൽ സാമ്പിൾ സർവേ. നാഷണൽ സാമ്പിൾ സർവേ എന്ന് പറയുന്നത് നമ്മൾ സെൻസസ് ഒക്കെ നടത്തിക്കൊണ്ട് സർവേ ഒക്കെ നടത്തിക്കൊണ്ട് കണ്ടെത്തുന്ന വിവരങ്ങൾ. അടുത്ത സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം. അതായത് ഈ സർവേ നടക്കുന്നത് ഓരോ സമയത്താണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡേറ്റ കളക്ട് ചെയ്യുന്നു, പിന്നീട് അത് റെക്കോർഡ് ചെയ്യുന്നു. അതിനാണ് സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ. നമ്മൾ NFHSൻ്റെ സർവേ റിപ്പോർട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ. ഇപ്പോൾ കൊറോണയുടെ ഒരുപാട് ഡീറ്റെയിൽസൊക്കെ നമുക്ക് NFHSൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. ഓക്കെ, സോ ദീസ് ആർ ദി സോഴ്സസ് ഓഫ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇനി എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്? ഒന്ന്, ഹെൽത്ത് പ്രോഗ്രാംസ്, അതിൻ്റെ ഇമ്പാക്റ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിസീസ് കൺട്രോൾ എങ്ങനെ നടപ്പിലാക്കാം, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി, പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റിസർച്ച് ആക്ടിവിറ്റീസിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഹെൽത്ത് സ്റ്റാറ്റസ്, ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ ഈ ഹെൽത്ത് സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ കമ്പാരിസൺ, ഓരോ രാജ്യങ്ങളിലെയും ജനങ്ങളുടെ ഹെൽത്ത് സ്റ്റാറ്റസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഒരുപാട് പോളിസീസും പ്രോഗ്രാംസും, അതുപോലെ തന്നെ ലെജിസ്ലേഷൻ ഓഫ് ഹെൽത്ത് പോളിസീസ്, ഓരോ പുതിയ ഹെൽത്ത് പോളിസീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിനെ സഹായിക്കുന്നു. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഫെർട്ടിലിറ്റിയെക്കുറിച്ച് നോക്കാം. ഫെർട്ടിലിറ്റിയും അതുമായി ബന്ധപ്പെട്ടിരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ലേഡിക്ക് എത്ര ചിൽഡ്രൻ എന്നുള്ള കണക്കിനാണ് എന്ത് പറയുക, അതായത് ചൈൽഡ് ബിയറിംഗ് ഏജിൽ ഒരു ലേഡിക്ക് ഉണ്ടാകുന്ന കുട്ടികളുടെ എണ്ണത്തിനാണ് നമ്മൾ എന്ത് പറയുക? ഫെർട്ടിലിറ്റി എന്ന് പറയാം. ആക്ച്വൽ പ്രൊഡക്ഷൻ ഓഫ് ചിൽഡ്രൻ, അല്ലെങ്കിൽ ചിൽഡ്രൻ പെർ വുമൺ, അതിനാണ് എന്ത് പറയുക? ഫെർട്ടിലിറ്റി. സിമ്പിളായിട്ട് പറഞ്ഞാൽ ചിൽഡ്രൻ പെർ വുമൺ ഈസ് നോൺ ആസ് ഫെർട്ടിലിറ്റി. ഇനി ഫെർട്ടിലിറ്റി, അപ്പോൾ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന കുട്ടികളുടെ എണ്ണത്തിനെയാണ് നമ്മൾ ഫെർട്ടിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അത് എങ്ങനെയൊക്കെ മെഷർ ചെയ്യാം? വാട്ട് ആർ ദി മെഷേഴ്സ് ഓഫ് ഫെർട്ടിലിറ്റി? അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, ക്രൂഡ് ബർത്ത് റേറ്റ്. ക്രൂഡ് ബർത്ത് റേറ്റ് അല്ലെങ്കിൽ ബർത്ത് റേറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ടോട്ടൽ പോപ്പുലേഷനിൽ എത്ര കുട്ടികൾ ജനിച്ചു എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, ടോട്ടൽ പോപ്പുലേഷനിൽ എത്ര കുട്ടികൾ ജനിച്ചു എന്നുള്ളതാണ് ഇവിടെ ബർത്ത് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ നോക്കുക? ആനുവൽ ബർത്ത്, ഒരു വർഷത്തിൽ എത്ര കുട്ടികൾ ജനിച്ചു. ആനുവൽ ബർത്ത് എത്രയാണ്? ഡിവൈഡഡ് ബൈ ആനുവൽ മീൻ പോപ്പുലേഷൻ. എപ്പോഴും നമ്മളൊരു മീൻ പോപ്പുലേഷനാണ് ഉപയോഗിക്കുക. അതായത് ഒരു വർഷത്തെ പോപ്പുലേഷൻ അറിയുമ്പോൾ ചില സമയത്ത് അത് കൂടിക്കൊണ്ടിരിക്കും, അല്ലേ? ഈ മന്തിൽ കൂടുകയാണെങ്കിൽ അടുത്ത മന്തിൽ ചിലപ്പോൾ കുറയാം. അപ്പോൾ അങ്ങനെ ഒരു വേരിയേഷൻസ് വരും. അപ്പോൾ അതുകൊണ്ട് 12 മാസത്തെ പോപ്പുലേഷൻ നോക്കിയിട്ട് അതിൻ്റെ ആവറേജ് പോപ്പുലേഷൻ എടുക്കുക. അപ്പോൾ ആ ഒരു വർഷത്തിൽ ഉണ്ടാകുന്ന ടോട്ടൽ പോപ്പുലേഷൻ്റെ ആവറേജാണ് എടുക്കുന്നത് ഇൻറ്റു 1000. അപ്പോൾ 1000-ലാണ് ഇത് കണക്കാക്കുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ 1000-ൽ എത്ര പുതിയ കുട്ടികൾ ജനിക്കുന്നു എന്നാണ് ഇവിടെ കണക്കാക്കുന്നത്. ക്ലിയർ? അടുത്തത് ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ്. ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്രൂഡ് ബർത്ത് റേറ്റിൽ നിന്ന് വ്യത്യസ്തമാണ്.
ഓക്കെ, ഇവിടെ എല്ലാ ഏജിലെയും ആളുകളെയും പരിഗണിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ജനറൽ ഫെർട്ടിലിറ്റി റേറ്റിൽ എന്താണ് 15 മുതൽ 44 വയസ്സ് വരെ. അപ്പോൾ ആ ഒരു ചൈൽഡ് ബിയറിങ് ഏജിലുള്ള സ്ത്രീകൾക്ക് എത്ര കുട്ടികൾ ജനിക്കുന്നു എന്നുള്ള കണക്കാണെന്ന് പറയാം ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയാം. അതും പെർ 1000 ആണ്. അപ്പോൾ 1000 സ്ത്രീകളിൽ 15 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ, ഓക്കെ, അതായത് 15 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ 1000 സ്ത്രീകളിൽ എത്ര കുട്ടികൾ ജനിക്കുന്നു എന്നുള്ളതാണെന്ന് പറയുന്നത് ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ ഫെർട്ടിലിറ്റി റേറ്റും ക്രൂഡ് ബർത്ത് റേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവിടെ ടോട്ടൽ പോപ്പുലേഷനിൽ എത്ര ആളുകൾ ജനിക്കുന്നു എന്നുള്ളത് നോക്കുന്നത്. ക്ലിയർ? ടോട്ടൽ പോപ്പുലേഷനിൽ എത്ര പുതിയ ആളുകൾ ജനിക്കുന്നു നോക്കുന്നു. ഇവിടെയോ ചൈൽഡ് ബിയറിങ് ഏജിലുള്ള സ്ത്രീകളിൽ എത്ര കുട്ടികൾ ജനിക്കുന്നു. ഓക്കെ, നമ്പർ ഓഫ് ലൈവ് ബർത്ത് വിച്ച് ഒക്കേർഡ് അമംഗ് ദി പോപ്പുലേഷൻ ഓഫ് എ ഗിവൺ ജോഗ്രഫിക് ഏരിയ ഡ്യൂറിങ് എ ഗിവൺ ഇയർ. മിഡ് ഇയർ ഫീമെയിൽ പോപ്പുലേഷൻ ഓഫ് ഏജസ് 15 to 49. 44 അല്ല 49 വരെയുണ്ട്. 49 വരെ നമ്മളിവിടെ നോക്കുന്നു. ക്ലിയർ? അതുപോലെ സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 15 വയസ്സ് മുതൽ 49 വയസ്സ് വരെ. ഓക്കെ, അപ്പോൾ ഈ 49 വയസ്സിന് ശേഷം ഉള്ള ആളുകൾ എന്തുണ്ട് കാര്യമായിട്ട് അവിടെ 49 വയസ്സിന് ശേഷം ബർത്ത് റേറ്റ് ഉണ്ടാവുന്നുണ്ട് എങ്കിലും അവിടെ എന്ത് സംഭവിക്കുന്നില്ല, അധികം ബർത്ത് റേറ്റ് അവിടെ വരുന്നില്ല. അപ്പോൾ സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത് 15 വയസ്സിന് ശേഷം ഒരു സ്പെസിഫിക് ഏജ് ഗ്രൂപ്പിലാണ് നമ്മൾ നോക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ 20 വയസ്സ് പ്രായമായ കുട്ടികളിൽ എത്രയാണ് ഫെർട്ടിലിറ്റി റേറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 20 വയസ്സ് പ്രായമായ പെൺകുട്ടികളെ മാത്രം എടുക്കും. ഓക്കെ, എന്നിട്ട് അവരിൽ ഫെർട്ടിലിറ്റി റേറ്റ് എത്രയാണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഓരോ ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ 20 മുതൽ 25 വയസ്സുള്ള കുട്ടികളുടെ ഫെർട്ടിലിറ്റി റേറ്റ് എത്രയാണ്, 25 മുതൽ 30 വരെ 5 വർഷത്തേക്കാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 30 മുതൽ 35 വരെ എങ്ങനെയാണ്, അല്ലേ, 35 മുതൽ 40 വരെ എങ്ങനെയാണ്. അപ്പോൾ ഓരോ ഏജ് ഗ്രൂപ്പിലും ഉണ്ടാകുന്ന ഫെർട്ടിലിറ്റി റേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണെന്ന് പറയാം സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയാം. ഓക്കെ, SFR, നമ്പർ ഓഫ് ലൈവ് ബർത്ത് വിച്ച് ഒക്കേർഡ് ടു ഫീമെയിൽ of a specific age group of a population of a given geographic area during a given year divided by mid-year female population of the specified age group in the given geographic area during the same year into 1000. അപ്പോൾ ഇതും 1000-ലാണ് നമ്മൾ നോക്കുന്നത്. വേറൊരു കാര്യം, എപ്പോഴും 2 മാർക്കിന് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്താണ് ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ്, ASFR എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, SFR എന്ന് ചോദിക്കും, ASFR എന്ന് ചോദിക്കും. അപ്പോൾ 2 ചോദിച്ചാൽ എന്താണ്, സെയിം ആൻസറാണ്. എപ്പോഴും ഈ ഫോമുല എഴുതാനാണ് ചോദിക്കാറുള്ളത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലൊക്കെ. എന്താണ് ക്രൂഡ് ബർത്ത് റേറ്റ്, എന്താണ് ക്രൂഡ് ഡെത്ത് റേറ്റ്, അതുപോലെ SFR എന്താണ്, അങ്ങനെയൊക്കെ GFR എന്താണെന്നൊക്കെയാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫോമുല പഠിച്ചു വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ക്ലിയർ? ഇനി ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പം നമ്മൾ നേരത്തെ ഏജ് സ്പെസിഫിക്കിലൊക്കെ പറഞ്ഞെന്താണ്, ആ ഒരു പർട്ടിക്കുലർ ഏജിൽ വരുന്ന മാത്രം ആളുകളുടെ ഫെർട്ടിലിറ്റി റേറ്റ് എന്താണെന്നാണ്, അല്ലേ. അതിന് തൊട്ട് മുമ്പ് പറഞ്ഞതോ ഗ്രോസ് ഫെർട്ടിലിറ്റി റേറ്റിൽ പറഞ്ഞത് എന്താണ്, അവിടെ പറഞ്ഞത് ചൈൽഡ് ബിയറിങ് ഏജിലുള്ളതാണ് പറഞ്ഞത്, അല്ലേ. അപ്പോൾ ഇവിടെ ചൈൽഡ് ബിയറിങ് ഏജ് നോക്കുന്നില്ല, ഏജ് സ്പെസിഫിക് നോക്കുന്നില്ല. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്ത്രീയുടെ ടോട്ടൽ ലൈഫ് സ്പാനിൽ അവർക്ക് ഉണ്ടാകുന്ന കുട്ടികളുടെ എണ്ണം. ഓക്കെ, ഇവിടെ ഏജ് സ്പെസിഫിക് ഒന്നും പറയുന്നില്ല, ഒരു ലേഡിയുടെ ലൈഫ് സ്പാനിൽ എത്ര കുട്ടികളുണ്ടാകുന്നു അതാണ് നോക്കുന്നത്. അതാണ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, ദ ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ ബോൺ ടു എ വുമൺ ഡ്യൂറിങ് ഹെർ ലൈഫ് ടൈം. ഒരു ലൈഫ് ടൈം മുഴുവനായിട്ട് ഒരു ഏജ് കാറ്റഗറി ഒരു ലിമിറ്റ് ഒന്നും ഇവിടെ വരുന്നില്ല. ത്രൂ ഔട്ട് ദി ലൈഫ് എത്ര കുട്ടികളുണ്ടാവും എന്നുള്ളതാണ് നോക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എല്ലാ SFR എന്താണ്, ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ്, ഓരോ വർഷത്തിലുണ്ടാകുന്ന ഏജ് സ്പെസിഫിക് റേറ്റുകളൊക്കെ ഇങ്ങനെ കൂട്ടി വയ്ക്കുക. ഇൻറ്റു T എന്ന് പറഞ്ഞാൽ എന്താണ്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഏജ് ക്ലാസ്, ഓരോ ഏജ് ക്ലാസ് എത്ര ആളുകളുണ്ട് ഇൻറ്റു ചെയ്ത് എന്ത് കിട്ടും, ടോട്ടൽ ഫെർട്ടിലിറ്റി കിട്ടും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് കിട്ടും. അതാണ് അതിൻ്റെ ഫോമുല. ഇനി ഫെർട്ടിലിറ്റി റേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, അതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫെർട്ടിലിറ്റി റേറ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് മാത്രമേ കിട്ടുന്നുള്ളൂ, എത്ര കുട്ടികൾ പുതുതായിട്ട് ജനിക്കുന്നുള്ളത് മാത്രമേ കിട്ടുന്നുള്ളൂ. അല്ലാതെ പോപ്പുലേഷനിൽ എത്ര ഗ്രോത്ത് ഉണ്ടാവുന്നു എന്ന് പറയാൻ കഴിയില്ല. കാരണം ടോട്ടൽ ജനിക്കുന്ന കുട്ടികളിൽ കൂടുതൽ കുട്ടികൾ ആൺകുട്ടികളാണ് എങ്കിൽ അത് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് കുറയ്ക്കും, ഭാവിയിൽ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് കുറയും. ഇനി ജനിക്കുന്ന കൂടുതൽ കുട്ടികൾ ജനിക്കുന്നത് ഗേൾസ് ആണ് എങ്കിൽ എന്ത് ചെയ്യും, പോപ്പുലേഷൻ ഗ്രോത്ത് ഭാവിയിൽ കൂടും.
അപ്പോൾ അങ്ങനെ ഒരു പ്രൊജക്ഷൻ ഒന്നും ഇതിൽ പറയാൻ പറ്റുന്നില്ല. എത്ര കുട്ടികൾ ജനിക്കുന്നുണ്ട് മാത്രമേ പറയുന്നുള്ളൂ. അതാണ് അതിൻ്റെ ലിമിറ്റേഷൻ. റീപ്രൊഡക്ഷൻ റേറ്റ് പറഞ്ഞാൽ ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫെർട്ടിലിറ്റി റേറ്റുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന മറ്റൊരു കോൺസെപ്റ്റാണ് റീപ്രൊഡക്ഷൻ റേറ്റ്. അപ്പോൾ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റിനെ കുറിച്ച് എന്ത് പറയുന്നില്ല, ഫെർട്ടിലിറ്റി റേറ്റുകളൊന്നും പറയുന്നില്ല. അതേപോലെ തന്നെ പുതിയ കുട്ടികൾ ജനിക്കുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിൽ എത്ര കുട്ടികൾ മരിച്ചു പോകുന്നുള്ള കണക്കുകളൊന്നും ഇവിടെ സൂചിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ ജനിച്ചതെന്ന് ഇതിൽ സൂചിപ്പിക്കുന്നില്ല, ഫെർട്ടിലിറ്റിയിൽ സൂചിപ്പിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ പോരായ്മകൾ മറികടക്കാൻ വേണ്ടി കൊണ്ടുവന്നാണെന്ത് ഈ ഒരു റീപ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കൂടിയിട്ടുണ്ടെങ്കിൽ ബോയ്സിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷൻ കുറയും, ഗേൾസിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷൻ കൂടും. ഇനി ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റിൽ നമ്മൾ പറയുന്നത് എന്താണ് ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ് ബിയറിങ് ഏജിൽ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന കുട്ടികളുടെ എണ്ണത്തിനാണ് ഇത് പറയുന്നത് ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഇത് അവർ മരിച്ചു പോയിട്ടില്ല എങ്കിൽ, ഓക്കെ, മരിച്ചു പോകാതെ 49 വയസ്സ് വരെയുള്ള സമയത്ത് അവർക്കുണ്ടായ കുട്ടികളുടെ എണ്ണം. ഓക്കെ, കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ഡോട്ടേഴ്സിൻ്റെ എണ്ണമാണ് ഇവിടെ പറയുന്നത്, പെൺകുട്ടികളുടെ എണ്ണം. ഓക്കെ, ആ സമയത്തുള്ള ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് വെച്ചുകൊണ്ട് ഒരു സ്ത്രീക്ക് 49 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടാകാവുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിനാണ് ഇത് പറയുന്നത് ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നോക്കുക, ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ് ഈസ് ദി ആവറേജ് നമ്പർ ഓഫ് ഡോട്ടേഴ്സ് ദാറ്റ് വുഡ് ബോൺ ടു എ വുമൺ if he survived at least to the age of 45 and conform to the age specific fertility rate of a given year. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫോമുല എന്ന് പറയുന്നത്. ഫോമുല ശരിക്കും ശ്രദ്ധിച്ച് നോക്കുക. ക്ലിയർ? നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ചില സ്ത്രീകളൊക്കെ മരിച്ചും പോവും. ഈ ചൈൽഡ് ബിയറിങ് ഏജ് വരെ അവർ ജീവിച്ചിരിക്കണം എന്നില്ല, ചിലപ്പോൾ മരിച്ചു പോവും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഫീമെയിൽ ബേർഡ്സ് ടു 1000 ന്യൂലി ബോൺ ഫീമെയിൽസ് ഓൺ ദ ബേസിസ് ഓഫ് കറണ്ട് ഫെർട്ടിലിറ്റി ആൻഡ് മോർട്ടാലിറ്റി റേറ്റ്സ്. ഇതും 1000-ലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ NRR 1 ആണെങ്കിൽ എന്താണ്, പോപ്പുലേഷൻ കോൺസ്റ്റൻ്റ് ആണ്. NRR ലെസ് ദാൻ 1 ആണെങ്കിൽ പോപ്പുലേഷൻ ഡിക്ലൈനിങ് ആണ്. NRR ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഫീമെയിൽ പോപ്പുലേഷൻ റൈസിങ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് മോർട്ടാലിറ്റി റേറ്റുകളെ കുറിച്ചായിരിക്കും. ഓക്കെ, ഈ കോൺസെപ്റ്റുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത ക്ലാസ്സിൽ മോർട്ടാലിറ്റി റേറ്റ് ദെൻ പ്രോബ്ലത്തിലേക്ക് നമ്മൾ പോകും. ഓക്കെ, താങ്ക് യു.